ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ഒരു ഓഫ് ദിവസമാണ് കേട്ടോ. ഒരു ഓഫേ ഉള്ളൂ. ഇന്നലെ ലോങ് ഡേ ആയിരുന്നു, ഇനി നാളെയും ലോങ് ഡേ ഉണ്ട്. അപ്പോൾ ബിറ്റ്വീൻ ഒരു ഓഫ് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡുമാണ്. ഒരു പണിയും ചെയ്യാനും തോന്നുന്നില്ല, ഭയങ്കര മടിയാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ പുള്ളിക്കാരിയെ കണ്ടോ, പുള്ളിക്കാരിയുടെ ഭംഗി കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര എനർജി. എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്, ഒരു കുഞ്ഞി ചെടി. ഒത്തിരി നല്ല പൂക്കളാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുക, നല്ല ഫ്രഷായിട്ട്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് തന്നെ ഇങ്ങനെ വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഇനി നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഏട്ടന് ഡ്യൂട്ടിയാണ്. ആദ്യ കുട്ടിയാണെങ്കിൽ ആദ്യ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, അവൾ പാർക്കിൽ പോവാം. അപ്പോൾ പുള്ളിക്കാരി കുറേ കഴിക്കാൻ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയായി നിൽക്കുക. ആദ്യ കുട്ടി ക്ലോസ് ദ ഡോർ. കണ്ടോ, ഭയങ്കര കാറ്റാണ്. പാർക്കിലിരിക്കേണ്ട മാറ്റും കുറേ കുക്കീസും ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യ കുട്ടി. ബാക്കി അവളുടെ ഫ്രണ്ട്സും എന്തെങ്കിലുമൊക്കെ അവരെല്ലാവരും കൊണ്ടുവരും കേട്ടോ. അങ്ങനെ എനിക്കിപ്പോൾ എന്തായാലും പോകാൻ വയ്യ, ഭയങ്കര മടിയാണ്. ഒരു ഓഫ് കിട്ടിയാൽ നമുക്ക് വീട്ടിലിരിക്കാനുള്ള കത്തോളം ഒത്തിരി പണിയുണ്ട്. അതിൻ്റെ കൂടാതെ കണ്ട എൻ്റെ പൂക്കളൊക്കെ കണ്ടോ, എൻ്റെ റോസാക്കുട്ടികളെല്ലാം നിറച്ച് പൂവുണ്ട്. ഓൾമോസ്റ്റ് ഒരു ആദ്യത് വന്ന പുള്ളിക്കാരി വാടി തുടങ്ങി, അവൾ വീഴാറായി. ബാക്കിയുള്ളവരൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുക. പിന്നെ അപ്പുറത്ത് വേണ്ട, ഇതൊരു യെല്ലോയും അല്ല ഓറഞ്ചും അല്ല, ഇത്തിരി കളറാണ്. അവിടെ ഒത്തിരി മുട്ടിട്ടുണ്ട് കണ്ടോ, ഇഷ്ടംപോലെ മുട്ടുണ്ട്. കണ്ടോ, ഒത്തിരി ഉണ്ട്, ഒരു 7-8 മുട്ട് ഇതിലും വന്നിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് ലിപ് ബാമൊക്കെ ഉണ്ടാക്കാമെന്ന് കുറേ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ഇതൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഈയിടാ മണം കുറവാണ് കേട്ടോ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത് ഭംഗിയാന്ന് നോക്കിക്കേ, സോ ബ്യൂട്ടിഫുൾ. ഇത് കാണുമ്പോൾ എന്താ സന്തോഷം എന്നറിയാം മനസ്സിന്. ഇതൊക്കെ നമ്മുടെ ജമന്തി പൂ. ഇതാണ്, ഇത് വേറൊരു റോസ. ഇവളും ചുവപ്പാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ആദ്യ കുട്ടിയുടെ ഫ്രണ്ട്സും ഉണ്ട് എല്ലാവരും. ഏത് പാർക്കിൽ പോവാ? ബൈ, എൻജോയ്. യെസ്, ബൈ ജസ്മിൻ, യസ്മിൻ. ഹായ് ക്യൂട്ടീസ്, ബൈ 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 ബൈ. ഓക്കെ, അവർ പോയി. വേണ്ടോ, ഇത് കണ്ടോ, നല്ല ഫ്ലവേഴ്സുള്ള എന്തോ നല്ല ഫുള്ള് വയലറ്റ് കളറിലാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ അല്ല കേട്ടോ, നൈബറിൻ്റെയാണ്. പക്ഷെ എന്താ ഭംഗിയെന്ന് നോക്കി. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലും അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളായിരുന്നു. നമ്മൾ ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽദിയിലൊക്കെ കിട്ടത്തില്ലേ, അപ്പോൾ അത് മേടിച്ച് വെച്ചു. അതൊക്കെ ഒരു ഒത്തിരി നാളായപ്പോൾ അവർ 1-2 തവണ പോയിട്ട് വീണ്ടും പൂത്ത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജമന്തിയൊക്കെ ഇവിടെ മുഴുവൻ അങ്ങ് പുല്ലായി കേട്ടോ. പക്ഷേ എനിക്കിതൊന്നും പുല്ലൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചാലേ കണ്ടോ, നിറച്ച് മഞ്ഞപ്പൂക്കൾ. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് വെട്ടിക്കളയാൻ തോന്നുന്നത്. അതുകൊണ്ട് പുല്ല് വെട്ടുന്നത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക ഞാൻ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ പൂക്കളൊക്കെ നിറച്ച് നിൽക്കുന്ന കാണാൻ. നാട്ടിലെ ജമന്തി, ഇതിന് മണമുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ ജമന്തി തന്നെയാണ്, ശരിക്കും മണമുണ്ട്. ഇതിന് ഈ പൂക്കളുടെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടും ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും ഞാനിതൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നതല്ല. ഇതാ, ഇത് ഇച്ചിരി ഡിഫറെൻറ്റാണ് കേട്ടോ. ഇതൊരു കോൺ ചെടിയാണ്. ഇത് സയനയുടെ വീട്ടിൽ നിന്ന് എബി എനിക്ക് തന്നതാണ്. ഒരു കോണിൻ്റെ ഒരു ചെറിയൊരു തയ്യ. അത് ഇപ്പം ഇച്ചിരി വളർന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു ഞങ്ങൾ വീട് മേടിച്ചപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് കുഞ്ഞൊരു ചെടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഫുൾ ഇങ്ങനെ ബുഷ് പോലെ. ശരിക്കും പൂക്കത്തൊന്നുമില്ല എന്ന് തോന്നുന്നു, ചുമ്മാ ഇങ്ങനെ കാട് പോലെ. പക്ഷെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാനത് വെട്ടിക്കളയാൻ നിർത്തിയിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ലാവൻഡർ ഞാൻ ഇട്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ മേടിച്ചിട്ട് നട്ടു. പക്ഷേ കണ്ടോ, അത് പൊടി പൊടിക്കുമെന്ന് അറിയത്തില്ല. അതൊരുമാതിരി കരിഞ്ഞ് ശോഷിച്ച് നിൽക്കുക.
ഈ വീക്ക് നട്ടതേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി അവർ ഊർജ്ജസ്വലരായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നൈബറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ടോ ഒരു ലാവൻഡർ കളറ് പൂക്കളുള്ള നിറച്ചൊരു ബുഷായിട്ടിരിക്കുന്ന ഒരു ചെടി കണ്ടെന്ന് നല്ല ഭംഗിയല്ലേ. ഞാനതിൻ്റെ കൈ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും മുട്ട് വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷെ ഇത് കുഞ്ഞാണ്, അവർ മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി ഇവരും വലുതാകുമ്പോൾ അവരെ പോലെ ഭംഗിയുള്ളവരായിരിക്കുമെന്ന് വിചാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കണ്ടോ കുഞ്ഞു മുട്ട് വന്നിട്ടുണ്ട്. ലാവൻഡർ കളർ ആയിരിക്കുമെന്നാണ്, പർപ്പിൾ കളർ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഓഫ് ദിവസം. വേറെ വീഡിയോ പിന്നെ കാണാം കേട്ടോ. ബൈ.